ഒരു യാത്രയിൽ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ട് നമുക്ക് ചില ഹെൽപ്പ് ഒക്കെ ചെയ്തിട്ട് പോകുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട്. ഹായ്, ഇറ്റ്സ് മീ രാഷ്ന. സ്റ്റോറി ടൈം. ഞാൻ എറണാകുളത്ത് പഠിക്കുന്ന സമയത്ത് മിക്ക ദിവസങ്ങളും ഞാൻ പോയി വരുന്നതൊക്കെ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ ബസ്സിലാണ് കൂടുതലും പോവാറ്. ട്രെയിനിൽ അങ്ങനെ പോകുന്ന കുറവാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ട്രെയിനിൽ പോകുന്നത്. അപ്പോൾ ഒരു ദിവസം ആരും ഇല്ലാത്തൊരു സമയത്ത് എനിക്ക് ട്രെയിനിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പൊ ആ സമയത്ത് എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. എവിടെ പോയിട്ട് എന്ത് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് തപ്പലുള്ള ഒരാളാണ്. അപ്പോൾ എന്റെ പേഴ്സണലി അറിയുന്നവർക്ക് അറിയാം. അപ്പൊ ഞാനിങ്ങനെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, മണ്ണാർക്കാട് നിന്ന് ഒലവക്കോട്ടേക്ക് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പൊ ഞാൻ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് സ്ഥലം ഓർമ്മയില്ല. മുണ്ടൂര് ആ ഭാഗത്ത്, പാലക്കാട് സൈഡാണ്. അവിടുന്ന് ഒരാള് ബസ്സിൽ കയറി എന്റെ അടുത്ത് വന്നിരുന്നു. അപ്പോ ആ ചേച്ചീന്റെ അടുത്ത് ഞാനിങ്ങനെ എപ്പോഴാ ഒലോക്കോട് എത്തുന്നത്, എപ്പോഴാ അങ്ങനെ ഇങ്ങനെ ചോദിച്ചു. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഞാൻ അടുത്തും അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആൾക്കാരോട് അങ്ങനെ ചോദിക്കുക, സ്ഥലം എത്താനായോ, അങ്ങനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ ആള് എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എത്താനാവുമ്പോൾ ഞാൻ പറയാം ഞാനും റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി, അവിടെ ഇറങ്ങി. അപ്പോൾ ആൾക്ക് കോയമ്പത്തൂർ ആ സൈഡാണ് പോണത്. ഞാൻ എറണാകുളമാണ്. അപ്പം ആളിന്റെ കൂടെ വന്ന്, ആൾക്ക് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലാണ് ആളുടെ ട്രെയിൻ നിൽക്കുന്നത്, ഇപ്പുറത്തെ പ്ലാറ്റ്ഫോമിലാണ് എന്റെ ട്രെയിൻ നിൽക്കുന്നത്. പക്ഷെ ആൾ എനിക്ക് ആ ഒരു തപ്പല് കണ്ടുകൊണ്ട് എനിക്ക് ഒന്നും അറിയില്ല തോന്നിയോണ്ടാ തോന്നുന്നു, ആളുടെ കൂടെ വന്നു. എനിക്ക് ട്രെയിന് എവിടെ നിർത്തും എന്നൊക്കെ പറഞ്ഞതിന് കറക്റ്റ് ആയിട്ട് ആ സ്ഥലത്ത് ഇരുത്തി. എന്നിട്ട് ആള് പോകുന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോ ട്രെയിനിൽ ഇരുന്നിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. അതിന്റെ ബാക്കിൽ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ്, അപ്പൊ അവിടുന്ന് ഫുഡ് കഴിച്ചോ, ട്രെയിൻ വരാൻ ഇനി 1 മണിക്കൂറുണ്ട്, വിശന്നിരിക്കണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് പൊതുവെ ഇങ്ങനെ കെയർ ചെയ്യുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. ലവ് എക്സ്പ്രസ് ചെയ്യുന്ന ആളല്ല. ഇപ്പൊ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾ നമ്മളടുത്ത് അത്രയും സ്നേഹം കാണിക്കുമ്പോൾ എനിക്കെന്തോ ഭയങ്കര റെസ്പെക്ട് തോന്നി അവരുടെ അടുത്ത്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, അവർ സ്ട്രേഞ്ചർ ആയിട്ടുള്ള എന്നോട് അങ്ങനെ പെരുമാറിയെന്നുണ്ടെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് മീൻസ് അടുത്ത ആളുകളോട് എത്ര കെയറിംഗ് ആയിട്ടായിരിക്കും അവർ പെരുമാറുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ എറണാകുളത്ത് എത്തിയതിനു ശേഷം അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എത്തിയില്ലേ, സേഫ് ആയിട്ട് എത്തിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറെ പൊട്ടത്തരങ്ങളൊക്കെ പറ്റി ഞാൻ ഇനി എന്ത് ചെയ്യുന്നു പറഞ്ഞ് സ്റ്റക്ക് ആയിരുന്ന സമയത്ത് എനിക്കൊരു ഏഞ്ചലിനെ പോലെ വന്ന് ഇതുപോലെ ഹെൽപ്പ് ചെയ്ത് ഒരുപാട് പേരുണ്ട്. അപ്പം അവരൊക്കെ കുറച്ച് പേരൊക്കെ എന്റെ ഫോളോവേഴ്സ് ആണ്, ഈ വീഡിയോ കാണുന്നത് ഞാൻ വിശ്വസിക്കുന്നു. സോ എനിവേ, താങ്ക് യു സോ മച്ച്. ഇതുപോലെ എനിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയി ഓരോ കാര്യം ചോദിക്കുന്ന സമയത്ത് അവർ ഭയങ്കര റൂഡായിട്ട് പെരുമാറിയ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ ഷെയർ ചെയ്യാം. സോ എനിവേ, താങ്ക് യു സോ മച്ച്.